ആ കാഴ്ച കണ്ട് അവന് നിയന്ത്രണം കിട്ടിയില്ല. അവന്റെ നരമ്പുകളിലൂടെ ദേഷ്യം ഇരച്ചുകയറി. മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവൻ അവരുടെ അടുത്തേക്ക് നടന്നു. അപ്പോഴേക്കും ചാരുവും പ്രദീപും ദേഹത്തെ പൊടിയെല്ലാം തട്ടി അവിടെ നിന്നും എഴുന്നേറ്റിരുന്നു. വീണത് പാറയുടെ മുകളിലേക്കായിരുന്നത് കൊണ്ട് അവൾക്ക് ശരീരമാസകലം വേദനിക്കുന്നുണ്ട്. എന്തെങ്കിലും പറ്റിയോ? ഇല്ല. അത് പറഞ്ഞു തീരുമ്പോഴേക്കും ദേവിന്റെ കൈകൾ അവളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു. ആടിയിൽ അവൾ വാടിക്കൊഴിഞ്ഞ പൂവ് പോൽ നിലം പതിച്ചു. അവളുടെ നെറ്റിപ്പൊട്ടി ചോരയൊലിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ സമയം വരെ പോലും നിന്റെ കാമം സഹിക്കാൻ നിനക്ക് കഴിയില്ല അല്ലേ? ഒരു സിംഹത്തെ പോലെ അവൻ അവളുടെ നേരെ അലറി. ദേവ്, അവളെ വിട്. നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. പ്രദീപ അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. വിടടാ. നിന്നോട് എനിക്കിനി ഒന്നും പറയാനില്ല. ഇന്നത്തോടെ തീർന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം. നിന്നെ എന്റെ ജീവനെ പോലെ കണ്ടതാ ഞാൻ. ഒരവസരം ഞാൻ എനിക്ക് തന്നതാ. പക്ഷെ ചതിയനാ നീ. ഇവൾ ഞാൻ പണം കൊടുത്ത് വാങ്ങിയ എന്റെ തൊഴിലാളിയാ. കൂലി വാങ്ങി പണി ചെയ്യാതെ എങ്ങനെയാ ഇവൾ വേറെ പണിക്ക് പോവുക? തളർന്നു കിടക്കുന്ന അവളെ വീണ്ടും പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ഒരു ദയമില്ലാതെ അവൻ വീണ്ടും അടിക്കാൻ തുടങ്ങി. തടയാൻ ശ്രമിച്ച പ്രദീപിനെ അവൻ ഒറ്റ ചവിട്ടിനപ്പുറത്തേക്ക് മറിച്ചിട്ടു. അവളോടുള്ള ദേഷ്യം ആ സമയം അവനെ മനുഷ്യനിൽ നിന്നും ഒരു മൃഗമായി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഹേട്ടാ, എന്തായി ചെയ്യുന്നത്? ഒന്ന് നിർത്തിക്കേ. വരദ അവിടേക്ക് ഓടി വന്നു. നീ എന്താ ഇവിടെ? അപ്രതീക്ഷിതമായി അവൾ അവിടെ കണ്ട ദേവൊന്ന് ഞെട്ടി. അയ്യോ ചാരു, ചാരു. അവൾ കരഞ്ഞുകൊണ്ട് ചാരുവിനെ പിടിച്ചു എഴുന്നേൽപ്പിച്ച് അവിടെയുള്ളൊരു ബെഞ്ചിലിരുത്തി. അവന്റെ അടിയുടെ കാഠിന്യം കൊണ്ട് അവൾക്ക് നേരെ നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഈശ്വര, അവരുടെ അവസ്ഥ കണ്ടിട്ട് വരദയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. ഏട്ടൻ എന്താ ഭ്രാന്ത് പിടിച്ചോ? ഈ പാവത്തിനെ എന്തിനാ ഇങ്ങനെ തല്ലിച്ചതച്ചത്? അവൾ അവന്റെ ഷോൾഡറിൽ പിടിച്ചു കുലുക്കി. ഞാൻ ഇവനും ഇവളും. പ്രദീപിനെ ചൂണ്ടിക്കാണിക്കാൻ പുറകിലേക്ക് തിരിഞ്ഞപ്പോഴാണ് പിന്നിൽ വന്നു നിൽക്കുന്ന നരനെയും ആരതിയെയും അവൻ കാണുന്നത്. നിങ്ങളിവിടെ എന്ത് ചെയ്യാണ്? എടാ, ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. നിങ്ങളെല്ലാരും കൂടെ എന്നെ എന്താ പൊട്ടം കളിപ്പിക്കുകയാണോ? അവൻ ദേഷ്യത്തോടെ അലറി. നീ ഒന്ന് അടങ്ങ് ദേവ്. നരൻ എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞു. നരൻ ആരതിയോട് ഇഷ്ടം തോന്നിയതു മുതൽ ഇന്ന് എന്തിനാണ് അവരോട് എന്നതെന്നുള്ള എല്ലാ കാര്യങ്ങളും. ദേവിന് അവന്റെ തല പെരുത്തു കയറാൻ തുടങ്ങി. എന്നു മുതലാടാ നീ ഞാനറിയാതെ ഓരോ രഹസ്യങ്ങൾ കൊണ്ടു നടക്കാൻ തുടങ്ങിയത്? ദേവ്, പ്ലീസ്. ഓരോ തവണ ഞാൻ ഇതേക്കുറിച്ച് പറയാൻ വരുമ്പോഴും സാഹചര്യം എനിക്ക് പ്രതികൂലമായി നിൽക്കും. ഒന്ന് മനസ്സിലാക്ക്. നിന്റെ സൗഹൃദം നഷ്ടപ്പെടുമോ എന്ന് പേടിയായിരുന്നടാ എന്റെ ഉള്ളിൽ നിറയെ. നിനക്ക് വേണ്ടിയാ ഒരിക്കൽ എന്റെ പ്രാണനായിരുന്ന ഇവളെ പോലും ഞാൻ വേണ്ടാന്ന് വെച്ചത്. പിന്നെ ഇത്തവണ ഏതായാലും ഇവളുടെ പ്രതികരണം എന്താണെന്ന് അറിഞ്ഞിട്ട് എല്ലാം നിന്നെ അറിയിക്കാമെന്ന് കരുതി. നരൻ അവന്റെ കൈകൾ പിടിച്ചു. വിട്. അവൻ കൈകൾ കുടഞ്ഞു. നേരെ ചാരുവിന്റെ അടുത്തേക്ക് പോയി. അപ്പോഴാണ് ആരതിയും നരനും അവളെ കാണുന്നത്. അയ്യോ, ഇതെന്താ? ചാരുവിന് എന്താ പറ്റിയത്? ആരതിയോടെ അവൾക്ക് അരികിലേക്ക് നിന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട അനിയൻ ചെയ്തു വെച്ച ക്രൂരതയാണിത്. വരദയുടെ വാക്കുകളിൽ അവനോടുള്ള ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു. നിനക്കെന്താ സ്വഭാവം നഷ്ടപ്പെട്ടോ ദേവ്? ഞാൻ പെട്ടെന്ന് ഇവരവനെ കണ്ടപ്പോ എന്റെ മാനസിക നില തെറ്റിപ്പോയി. ആരെങ്ങനെ കണ്ടപ്പോ എന്ന് എന്തൊക്കെയാ നീ പറയുന്നത്? ആരതി അവന്റെ കോളറിൽ പിടിച്ചു. അവളുടെ ചോദ്യം കേട്ട് പ്രദീപുണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു. സ്വന്തം ഭാര്യയെ സംശയത്തോടെ നോക്കാൻ മാത്രം നിന്റെ മനസ്സ് തരം താഴ്ന്നു പോയോച്ചേ. ഒരു മനുഷ്യൻക്ക് എങ്ങനെ മാറാൻ കഴിയുക? സ്ത്രീകളെ അത്രയും ബഹുമാനത്തോടെയും ആദരവോടെയും മാത്രം സമീപിച്ചിരുന്ന നിനക്ക് സ്വന്തം ഭാര്യയെ എങ്ങനെയാടെ ഇങ്ങനെ തല്ലിച്ചതക്കാൻ കഴിഞ്ഞത്? അതും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവശയായിരുന്നു ചാരു സ്വബോധം മറഞ്ഞു വീഴാൻ പോയി. അവരുടെ അരികിൽ തന്നെ നിന്നിരുന്ന ദേവ് അവളെ പിടിച്ചു. ഏയ്, അവൻ അവളുടെ കവിളിൽ തട്ടി. നോക്കിക്കൊണ്ട് നിൽക്കാതെ വണ്ടിയിൽ കയറ്റിട അവളെ, ആരതി ആക്രോശിച്ചു. അവൻ അവളെ രണ്ട് കൈകൾ കൊണ്ടും വാരിയെടുത്ത് കാറിന് അരികിലേക്ക് നടന്നു. അവന്റെ അടിയിൽ രക്തം പൊടിഞ്ഞ ചുണ്ടുകളുമായി അവന്റെ കയ്യിൽ തളർന്നു കിടക്കുന്ന അവളുടെ മുഖം കാണുന്തോറും ദേവിന്റെ മനസ്സിൽ കുറ്റബോധത്തിന്റെ 1000 അമ്പുകൾ വന്ന് പതിഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ മുഖത്തു നിന്നും കണ്ണുയർത്തി അവൻ കണ്ടത് അവന് മുന്നിൽ നിൽക്കുന്ന ഇഷയെയാണ്. ചാരുവിനെ അവിടെ നിർത്തി അവളുടെ അടുത്തേക്ക് ഓടിപ്പോയി അവളെ വാരിപ്പുണരാൻ അവന് തോന്നിയെങ്കിലും ചാരുവിനെ ആ ഒരവസ്ഥയിൽ അവിടെ ഉപേക്ഷിക്കാൻ അവന് മനസ്സ് വന്നില്ല.
ഏറെ കഷ്ടപ്പെട്ട് ഇഷയോട് സംസാരിക്കാൻ കിട്ടിയ ഒരു അവസരം നഷ്ടമായതും എല്ലാം തുറന്നു പറയാൻ ഇനി ഇങ്ങനെ ഒരു അവസരം അവൾ നൽകുമോ എന്ന ചിന്തയും അവന്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തി. ദേവിനെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ട ഇഷ ദേഷ്യത്തോടെ അവളുടെ കാറിലേക്ക് തന്നെ തിരിച്ചു കയറി. അവന്റെ കൂടെ വരതയും ആരതയും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൾ അവരുടെ അടുത്തേക്ക് വന്നില്ല. പ്രദീപ് അപ്പോഴേക്കും വേഗം പോയി കാർ സ്റ്റാർട്ടാക്കി പോവാനുള്ള ദിശയിലേക്ക് തിരിച്ചിട്ടു. ദേവ് അവളെ പതിയെ പിൻസീറ്റിൽ കിടത്തി. അവനും അവിടെ തന്നെ കയറി അവളുടെ തല അവന്റെ മടിയിലേക്ക് വെച്ചു. അവളുടെ മുഖത്തേക്ക് പാറി വന്നിരുന്ന മുടിയെ അവൻ പതിയെ പുറകിലേക്കാക്കി അവളുടെ തലയിൽ തടവിക്കൊണ്ടിരുന്നു. തൊണ്ടയിൽ കുരുങ്ങിക്കിടക്കുന്ന വേദനയോടെ എന്നോട് ക്ഷമിക്കണമെന്നവൻ ഉള്ളാൽ അവളെ അറിയിച്ചു. അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ അവർ ഹോസ്പിറ്റലിലെത്തി. സ്ട്രെച്ചർ കൊണ്ടുവന്ന് വേഗം അവളെ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റി ട്രിപ്പിട്ടു. നീണ്ട ഒരു മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം ചാരുവിന് ബോധം വന്നു. ചാരു, വരദ കണ്ണുനീരോടെ അവളുടെ കൈകളിൽ പിടിച്ചു. കണ്ണുകൾക്ക് മുകളിൽ കല്ലെടുത്ത് വെച്ചതുപോലെയുള്ള ഭാരം തോന്നിയെങ്കിലും അവൾ പാടുപെട്ട നയനങ്ങൾ തുറന്ന് ചുറ്റിലും നോക്കി. ആദ്യം മങ്ങിയ രീതിയിൽ കണ്ട കാഴ്ചകൾ പതിയെ വ്യക്തമായി വന്നു. ദേവിനെ കണ്ടതും അവൻ അടിച്ച ഓരോ അടിയും അവളുടെ ഓർമ്മയിലേക്ക് തുളച്ചു കയറി. ചാരു മോളെ, നീ ഓക്കെ അല്ലേ? ആ ചേച്ചി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ പറഞ്ഞൊപ്പിച്ചു. നെറ്റിയിലെയും ചുണ്ടിലെയും ഒക്കെ മുറി ഡ്രസ് ചെയ്ത് അന്ന് രാത്രി മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അവരെ ഡിസ്ചാർജ് ചെയ്തു. അവർ ഹോസ്പിറ്റലിൽ നിന്നും പോരുമ്പോൾ സമയം രാവിലെ 8 മണി ആയിട്ടുണ്ടായിരുന്നു. രാത്രി അവരെ കാണാതിരുന്നിട്ട് പ്രഭാകരൻ വിളിച്ചപ്പോൾ ചെറിയൊരു ആക്സിഡന്റ് പറ്റിയെന്ന് അവരെ അറിയിച്ചിരുന്നു. അങ്ങനെ അവർ വീട്ടിലെത്തി. ഈശ്വര, എന്താ പറ്റിയത് ദേവ്? എന്താ മോളുടെ കോലം? എന്താ ശരിക്കും ഉണ്ടായത്? നീ ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് വരണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വരാതിരുന്നത്. ഇവിടെ ഇരുന്നിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. പ്രഭാകരൻ വേഗം ചെന്ന് ചാരുവിന്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റി. അതച്ഛേ ദേവേട്ടൻ, വരദ പറയാനൊരുങ്ങിയതും ആരതി അവളുടെ കൈ പിടിച്ചു അതിനെ വിലക്കി. അച്ഛനെല്ലാം അറിഞ്ഞാൽ പിന്നെ എന്താണ് അവിടെ സംഭവിക്കുക എന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. അതച്ഛാ, ചെറിയൊരു ആക്സിഡന്റ്. ആക്സിഡന്റ് ആയിട്ട് ഇവൾക്ക് മാത്രം എങ്ങനെയാ പരിക്ക് വെച്ചത്? മോൾ ഒറ്റയ്ക്കൊരു വണ്ടിയിലായിരുന്നോ? പ്രഭാകരന്റെ ആ ചോദ്യത്തിന് മുന്നിൽ അവരൊന്ന് പരിങ്ങി. അത് പിന്നച്ചാ, ഇവളിരിക്കുന്ന സൈഡിൽ ഡോർ ക്ലോസ് ആയിട്ടില്ലായിരുന്നു. അപ്പോ വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഡോർ ഓപ്പണായി അവൾ പുറത്തേക്ക് വീണു. അങ്ങനെ സംഭവിച്ചതാ. ദേവാത് പറഞ്ഞു തീർക്കുമ്പോൾ ആരതിയും വരതയും അവനെ രൂക്ഷമായി നോക്കുന്നുണ്ടായിരുന്നു. ഹോ ഗോഡ്, നീ അല്ലേ ഡ്രൈവ് ചെയ്യുന്നത്? അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് നിന്റെ കൂടെ ഉത്തരവാദിത്വമല്ലേ? എല്ലാം ചെക്ക് ചെയ്തിട്ട് കൺഫേം ആക്കിയിട്ട് വേണ്ടേ വണ്ടി എടുക്കാൻ? മതി അവനെ വഴക്കു പറഞ്ഞത്. കാറിൽ കയറി നെളിഞ്ഞിരുന്നാൽ മാത്രം പോരല്ലോ, അതൊക്കെ നോക്കാനുള്ള ബോധം കൂടെ വേണ്ടേ? അതിന് അതിലൊക്കെ കയറി ശീലം വേണ്ടേ? നീ അവളെയും കൊണ്ട് മുറിയിലേക്ക് പോയിക്കോ ദേവ്, സരോജിനി പറഞ്ഞു. ചാരു നടന്ന് നേരെ സ്റ്റെപ്പിനടുത്തേക്ക് പോയി. പക്ഷേ ശരീരമാസകലം വേദന ഉണ്ടായിരുന്നത് കൊണ്ട് അവൾ പടികൾ കയറാൻ വല്ലാതെ ബുദ്ധിമുട്ടി. അവളുടെ അവസ്ഥ കണ്ട ദേവ് മറ്റൊന്നും ചിന്തിക്കാതെ അവളെ എടുത്തു. അപ്രതീക്ഷിതമായി അവനിൽ നിന്നുമുണ്ടായ പ്രവൃത്തിയിൽ അവളൊന്ന് ഷോക്കായി. ഒരു പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുപോകുന്ന ലാഘവത്തോടെ അവളെയും കൊണ്ട് ഓരോ പടികളും കയറുന്ന അവനെ അത്ഭുതത്തോടെ അവൾ നോക്കി. കഴുത്തിൽ താലി ചാർത്തിയ നിമിഷം മുതൽ അവൾ അവനിൽ കണ്ടിരുന്ന ഭാവത്തിൽ നിന്നും വ്യത്യസ്തമായൊരു ഭാവം അവന്റെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അത് അസഹനീയമായ വേദനയിലും അവളുടെ മനസ്സിനെ തണുപ്പിച്ചു. നോവ് പടർന്ന കൈകളിലാണ് അവൾ ആ സമയം കിടക്കുന്നതെങ്കിലും അവന്റെ കരങ്ങൾക്കുള്ളിൽ അവൾക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വം അനുഭവപ്പെട്ടു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കാതിരിക്കാൻ ദേവ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കാരണം അവളോട് ചെയ്ത ക്രൂരതയുടെ കുറ്റബോധം അത്രയ്ക്കുണ്ടായിരുന്നു അവന്റെ ഉള്ളിൽ.